അങ്ങനെ സാറ്റർഡേ സൺഡേയും കഴിഞ്ഞ് ദാ വീണ്ടും മൺഡേ ആയിട്ടുണ്ട്. ഇനി ഒരു 5 ദിവസത്തേന് വെളുപ്പാങ്കാലത്തുള്ള ഒരു വെപ്രാളങ്ങളൊക്കെ ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും അല്ലേ? അപ്പോൾ നമ്മുടെ ഒരു പ്രൊഡക്റ്റീവ് മോർണിംഗ് റൊട്ടീൻ അങ്ങ് കണ്ടാലോ ഈ 5 ദിവസത്തെ? അപ്പോൾ ഇന്നത്തേത് രാവിലെ ചോറ് വയ്ക്കാനായിട്ട് പോകട്ടോ. ഞാൻ ആദ്യം തന്നെ ഇന്നലെ രാത്രിയിൽ വൻപയർ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് തരണേ. വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്താൽ എനിക്ക് അത്രയും സന്തോഷമാവും. ലൈക്ക് തരുമ്പം എനിക്ക് കൂടുതലും വ്യൂസ് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാട്ടോ പറയുന്നത്. ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലല്ലോ ഒരു ലൈക്ക് തരാനായിട്ട്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് തൊട്ടാൽ മതി. അപ്പോൾ ലൈക്ക് തരാനായിട്ട് മറക്കരുത് വീഡിയോയ്ക്ക്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. രാവിലെ ഞാൻ ഇന്നലെ രാത്രിയിൽ വൻപയർ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അത് രാവിലെ കഴുകി കുക്കറിൽ വെച്ച് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അരി അടുപ്പത്തിട്ടു. നീലൂസിന് മാത്രമേ ഇന്ന് ചോറ് വയ്ക്കുന്നുള്ളൂ. ചേട്ടായി രാവിലെ 6:30 അല്ലെങ്കിൽ ഒരു 6:15 കഴിയുമ്പോഴത്തേന് പോകും കേട്ടോ. ഇന്ന് മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് രാവിലെ ചേട്ടായിക്കൊന്നും വേണ്ട, ഉച്ചയ്ക്കും വേണ്ട. ഞാൻ മാത്രമേ ഉച്ചയ്ക്ക് കാണത്തുള്ളൂ. അപ്പോൾ ഉച്ചക്കലത്തേന് എനിക്ക് ഇന്നലത്തെ ചോറ് കുറച്ചിരിപ്പുണ്ട്. അപ്പം നീലൂസിന് മാത്രം ഒരു ശകല അരിയിട്ട് ചോറ് വെച്ചാൽ മതി. അന്നേരം അതുകൊണ്ട് കുറച്ച് ഒരു 1/2 ഗ്ലാസ് അരിയെ ഞാൻ ഇട്ടിട്ടുള്ളൂ. അങ്ങനെ അതും അടുപ്പത്ത് വെച്ചിട്ട് നേരെ മത്തങ്ങ അരിയാനായിട്ട് നിന്നേ. മത്തങ്ങ കറി വെക്കാനാണ് കേട്ടോ. നമ്മൾ എരിശ്ശേരി വെക്കും പോലെ വെക്കാനാണ്. മത്തങ്ങയും വൻപയറും കൂടി ഇട്ടിട്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വെച്ചത് മത്തങ്ങയും ചെറുപയറും കൂടി ഇട്ടിട്ടായിരുന്നു. ഇപ്രാവശ്യം ഒരു വെറൈറ്റി ഉണ്ട്, മത്തങ്ങയും വൻപയറുമാണ്. അപ്പോൾ ആ വൻപയർ തന്നെ തോരനാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലെ ചിക്കൻ വാങ്ങിച്ചപ്പോൾ കുറച്ച് പീസ് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എരി കുറച്ചിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട് വറക്കാനായിട്ട്. അപ്പോൾ നീലൂസിന് ഇന്ന് ചോറിൻ്റെ കൂടെ കൊടുത്തു വിടാൻ എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ടീച്ചറിനോട് ഓൾറെഡി ചോദിച്ചിട്ടുണ്ടായിരുന്നു, നോൺ വെജ് പറ്റുമോ, നോൺ വെജൊക്കെ പറ്റുമോ, മുട്ട, മീൻ, ചിക്കൻ ഒക്കെ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചർ പറഞ്ഞത് ഒരു കുഴപ്പമില്ല, കൊടുത്തു വിടാം. പക്ഷേ മീനൊക്കെ ആണെങ്കിൽ അതിൻ്റെ മുള്ള് മാറ്റി സെപ്പറേറ്റ് കഷ്ണം മാത്രം ആക്കി കൊടുക്കണം. ചിക്കൻ ആണെങ്കിലും എല്ലൊന്നും പാടില്ല, അല്ലാതെ ചെറുതായിട്ട് പീസാക്കി ഒക്കെ കൊടുത്തു വിടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചിക്കൻ ചെറിയ പീസാക്കിയിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്, എല്ലൊന്നും ഇല്ലാതെ. കഴിഞ്ഞ ദിവസം മീൻ വറുത്തത് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചുമന്ന മീനുണ്ടല്ലോ, അത് വറുത്തതിന് ശേഷം മുള്ളെല്ലാം മാറ്റി ചെറിയ ചെറിയ പീസാക്കി കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും ഫ്രിഡ്ജിലിരിപ്പുണ്ട്. പിന്നെ ഞാൻ പയർ വെന്തപ്പോൾ മത്തങ്ങയും പയറും കൂടി ഇട്ട് ഒന്നും കൂടി വിസിലടുപ്പിച്ച് ഒരു 4-5 വിസിലടുപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം മത്തങ്ങ എരിശ്ശേരിക്കും പയർ തോരനും കൂടി വേണ്ടിയിട്ടുള്ള തേങ്ങ എടുക്കുന്നുണ്ട് കേട്ടോ. രാവിലെ കാപ്പിക്ക് അപ്പമാണേ. ഇന്നലെ രാത്രി തന്നെ അപ്പത്തിനുള്ള മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. എനിക്കും കാപ്പി വേണ്ട, നീലൂസിന് മാത്രമേ 2 അപ്പം ചുടുന്നുള്ളൂ. എനിക്ക് ഇന്നലത്തെ 2 ചപ്പാത്തി, രാത്രിയിലത്തെ 2 ചപ്പാത്തി ഇരിപ്പുണ്ട്, അതെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നീലൂസിന് മാത്രം 2 അപ്പം ചുടണം. അപ്പോൾ ഇന്ന് കുറച്ച് ജോലി കുറവുണ്ട് കേട്ടോ രാവിലെ. അല്ലെങ്കിൽ രാവിലെ ഇന്ന് 6:30 ആയപ്പോഴത്തേനും, 6:30 അല്ല 6:15, 6:30 ആവാറായപ്പോഴത്തേനും എൻ്റെ അടുക്കളയിലെ ജോലിയെല്ലാം കഴിഞ്ഞ് ലഞ്ചെല്ലാം ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതാ എരിശ്ശേരിക്കുള്ള തേങ്ങയും കടുക് വറുത്ത് തേങ്ങയും ഒന്ന് മൂപ്പിച്ച് അതിലോട്ട് ചേർത്തിട്ടുണ്ട്. ഇനി തോരൻ വയ്ക്കാനുള്ള പണിയിലോട്ടാണ്. ആ ചട്ടിയിൽ തന്നെ തോരന് വേണ്ടിയിട്ടുള്ള പയറും കൂടി അങ്ങിട്ടു. എന്നിട്ട് തേങ്ങ അരപ്പ് ചേർത്ത് ചതച്ചത് ചേർത്ത് ആവിയേറ്റി എടുക്കുക. അത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി തോരൻ്റെ. അപ്പോൾ തോരനും അവിടെ റെഡിയായി. ഇനിയുള്ളത് എന്താണ്, എരിശ്ശേരിയും റെഡിയായി. ഇനി ചിക്കനും കൂടെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നീലൂസിനുള്ള ഉച്ചക്കലത്തേനുള്ള ലഞ്ച് റെഡിയായി. 5 മണിയായപ്പോൾ എഴുന്നേറ്റ് കേട്ടോ ഞാൻ. ശരിക്കും പറഞ്ഞാൽ 5 മണിയായപ്പോൾ അലാറം അടിക്കുമ്പോൾ എഴുന്നേക്കാൻ പറ്റുമോയെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. കാരണം ഇന്നലെ രാത്രി കുറച്ച് താമസിച്ച് പോയി കിടന്നപ്പോൾ. എഡിറ്റൊക്കെ ചെയ്ത് 1-2 വീഡിയോ അപ്ലോഡ് ചെയ്ത് വയ്ക്കാനായിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് കിടന്നപ്പോഴത്തേനും രാത്രി 1:30 പിന്നെ ഞാൻ പേടിച്ചാണ് കിടന്നത്. 5 മണിക്ക് അലാറം അടിക്കുമ്പോൾ എഴുന്നേക്കാൻ പറ്റുമോ എന്ന്. എന്താണെന്നറിയത്തില്ല, 5 മണിയായപ്പോൾ അലാറം അടിച്ചപ്പോൾ ഞാൻ ചാടി അങ്ങ് എഴുന്നേറ്റ് കേട്ടോ. പിന്നെ എനിക്ക് ഉറക്കം വന്നില്ല. അങ്ങനെ നമ്മുടെ ഫ്രൈയും റെഡിയായി, എല്ലാം റെഡിയായി. ഇനി ലഞ്ചും പാക്ക് ചെയ്ത് എല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചു കേട്ടോ. ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ, എല്ലാവരും കാണണേ. അതിനുശേഷം ബാഗ് ഒന്ന് സെർച്ച് ചെയ്യൂ കേട്ടോ. വെള്ളിയാഴ്ച
ടെക്സ്റ്റും നോട്ട്ബുക്സും ഒക്കെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ പിന്നെ വീട്ടിലോട്ട് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയല്ലേ, എല്ലാം ഇനി തിരിച്ച് കൊടുത്തു വിടണം കേട്ടോ. ഇനി അടുത്ത വെള്ളിയാഴ്ച നമുക്ക് തിരിച്ച് തന്നു വിടത്തുള്ളൂ. അങ്ങനെ അതെല്ലാം പാക്ക് ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് അതെല്ലാം പാക്ക് ചെയ്തപ്പോഴത്തേനും 6:45 6:50 ആയി. അപ്പോഴത്തേനും ഞാനൊരു ചായയൊക്കെ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. ഒരു മധുരം ഇടാതെ, പഞ്ചസാര ഇടാതെ ഒരു ചായ ഇട്ട് 7 മണിയൊക്കെ ആകുമ്പോഴത്തേനും കുടിച്ച് തീർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ബാക്കിയെല്ലാം പാക്ക് ചെയ്തു. ലഞ്ച് ബോക്സും ബാഗും എല്ലാം പാക്ക് ചെയ്തു. ഇനിയിപ്പം നീലൂസിനെ ഉണർത്തി പല്ലൊക്കെ തേപ്പിച്ച് കുളിപ്പിച്ച് അപ്പം ചുട്ട് വെച്ചിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന പാത്രത്തെ അടച്ച് വെച്ചേക്കുന്നത് അപ്പം കേട്ടോ. 2 അപ്പം ചുട്ട് വെച്ചു. ഇനി എഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് അപ്പം കൊടുത്തിട്ട് പിന്നെ യൂണിഫോമൊക്കെ ഇട്ട് റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ വണ്ടി വരാൻ സമയമാകുമ്പോഴത്തേനും ഇറങ്ങിപ്പോയാൽ മതി. ചുരുണ്ടുകൂടി കിടക്കുന്ന കണ്ടോ. എത്ര തണുപ്പാണെങ്കിലും പുതപ്പ് വെച്ച് പുതയ്ക്കത്തില്ല കേട്ടോ. പുതപ്പിച്ച് കൊടുത്താലും പുതപ്പിനെ ചവിട്ടിത്തള്ളി ദൂരെ കളഞ്ഞിട്ട് അങ്ങനെ കിടക്കും. അങ്ങനെ ഇനി കുളിപ്പിക്കാനായിട്ട് പോവാം കേട്ടോ. പല്ലൊക്കെ തേപ്പിച്ചു. ഞാൻ കുളിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ബാത്റൂമിൽ. അപ്പുറത്ത് നിൽക്കുന്നതുകൊണ്ട് വിത്തൗട്ടിലായതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാത്തത്. എൻ്റെ വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബ് തന്നെ റിമൂവ് ചെയ്യും, കുട്ടികൾക്ക് ഡ്രസ്സൊന്നും ഇടാതെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ. അപ്പം അങ്ങനെ നീലൂസിനെ കുളിപ്പിച്ച് റെഡിയാക്കി. ഇനിയിപ്പം ഫുഡൊക്കെ കൊടുത്തിട്ട് പെട്ടെന്ന് ശടപടേന്ന് സമയമുണ്ട്, 7:30 ആയിട്ടേ ഉള്ളൂ. അരമണിക്കൂർ കൂടെ ഉണ്ട്. അരമണിക്കൂറല്ല, 3/4 മണിക്കൂർ കൂടി ഉണ്ട്. 8:20 കഴിയുമ്പോഴേ വണ്ടി വരത്തുള്ളൂ. അപ്പോഴത്തേനും റെഡിയായിട്ട് ഇറങ്ങിയാൽ മതി. ഇപ്പോഴാണെങ്കിൽ നല്ല മഴയാട്ടോ. ഈ സമയത്തൊക്കെ മഴയത്ത് എങ്ങനെയാണ് എന്തുവാന്നൊക്കെ ഒന്നും ഒരു ഇതുമില്ല. പിന്നെ അപ്പമൊക്കെ കൊടുത്തിട്ട് ഞാൻ റെഡിയാക്കി എടുത്തു കേട്ടോ. ഇനിയിപ്പോൾ സോക്സും ഷൂവും കൂടി ഇടണം, മുടി ചീകണം, ഇച്ചിരി പൗഡർ ഇടണം, ഒരു ചന്ദനക്കുറിയൊക്കെ അങ്ങോട്ട് തൊടണം. അപ്പോൾ രാവിലെ 7 മണിക്ക് വിളിച്ചത് കൊണ്ടാണ് ഇച്ചിരി ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഉറക്കം ശരിയാവാത്തതുകൊണ്ട്. രാത്രിയായാൽ ഉറങ്ങാൻ പറഞ്ഞാൽ ഉറങ്ങത്തില്ല. ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് ന്യായവും പറഞ്ഞ് ഇങ്ങനെ കിടക്കും. അവസാനം ഞാൻ വരട്ടുമ്പോഴാണ് പിന്നെ മിണ്ടാതെ കിടക്കുന്നത് കേട്ടോ. അങ്ങനെ ഇന്നലെ രാത്രി 11 മണി എന്തോ ആയി ഉറങ്ങിയപ്പോൾ. പിന്നെ അങ്ങനെ രാവിലെ നല്ല മഴയും തണുപ്പും ഒക്കെ ആയതുകൊണ്ട് കുഞ്ഞിന് ഭയങ്കര പാടായിരുന്നു കേട്ടോ എഴുന്നേൽക്കാൻ. എന്നാലും കുഴപ്പമില്ല, അവ എഴുന്നേറ്റ്. നിർബന്ധമൊന്നും ഇല്ലായിരുന്നു, കരച്ചിലൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഓരോന്നൊക്കെ പറഞ്ഞ് സൂപ്പിച്ച് ഒക്കെ എഴുന്നേൽപ്പിച്ച് റെഡിയാക്കിയതാണ് കേട്ടോ. ഫൈനൽ ടച്ചപ്പിലോട്ടാണ്. പൗഡറൊക്കെ ഇട്ടു, മുടിയും കൂടെ ചീകി. ഇനിയിപ്പം ഒരു കുറിയും കൂടെ ഇട്ട് ഷൂവും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. സോക്സും ഇട്ടു. അങ്ങനെ റെഡിയായി. അപ്പോൾ ഇനി അങ്ങോട്ട് 4 ദിവസം കൂടിയുണ്ട്. 4 ദിവസം കൂടി ഇങ്ങനെ ആയിരിക്കും. പിന്നെ വീണ്ടും ശനിയും ഞായറും ആവും. പിന്നെ തിങ്കൾ തൊട്ട് വെള്ളി വരെ ഇതേപോലെ ആയിരിക്കും നമ്മുടെ മോർണിംഗ് റൊട്ടീൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഷൂ ഒക്കെ ഒന്ന് പോളിഷ് ചെയ്തു. ചേട്ടായിയുടെ ഷൂ പോളിഷ് ചെയ്യുന്ന പോളിഷർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അത് വെച്ചിട്ടാണ് നീലൂസിനും പോളിഷ് ചെയ്ത് കൊടുക്കുന്നത്. ബ്ലാക്കും ഒരു ബ്രൗണും ഉണ്ട്. ഇപ്പം ബ്ലാക്ക് ആണല്ലോ ഇവരുടെ ഷൂ. അങ്ങനെ ഞാൻ പറഞ്ഞു, മക്കൾ കസേരയിൽ സിറ്റൗട്ടിൽ ഇരുന്നാൽ മതി, അമ്മ നോക്കാം വണ്ടി വരുന്നോന്ന്. വണ്ടി ഇവിടെ വന്നിട്ട് തിരിക്കും കേട്ടോ. തിരിക്കുമ്പോഴത്തേനും നമ്മൾ അങ്ങോട്ട് ഇറങ്ങി ചെന്നാൽ മതി. അതുവരെ സമയമുണ്ട്. അപ്പോൾ ഇനി വണ്ടിയൊക്കെ വരട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.